കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. Good morning. Sit down. ജീവശാസ്ത്രം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരളത്തിലെ പാമ്പുകളെ കുറിച്ചാണ്. കേരളത്തിൽ 200ഓളം പാമ്പുകളുണ്ടെങ്കിലും 40 എണ്ണത്തിനെ വിഷമുള്ളൂ. സാർ, പാമ്പുകൾ 201 സാർ. അതേതായിരുന്നേ 201ാമത്തെ പാമ്പ്? സാർ കേട്ടിട്ടില്ലേ പാമ്പ് വർക്കി? നമ്മുടെ ദീപുവിന്റെ പപ്പയാ, ഭയങ്കര വിഷമാ. അരുൺ, സ്റ്റാൻഡ് അപ്പ്. ദീപുനും നോക്കണേ. ഇങ്ങനെയാണോ കൂട്ടുകാരനോട് പെരുമാറേണ്ടത്? അവന്റെ പപ്പ മോശമായതിന് അവൻ എന്ത് പിഴച്ചു? സോറി സാർ. ദീപു, നീ കരയാ? സാരമില്ലടാ, മാഷ അവനുള്ള പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് ക്ലാസ്സിൽ പോകും. ആരും നിന്നെ കളിയാക്കില്ല. ചില സാരിഗമ പാധനി സാ സാരിഗമ പാധനി സാ സാനിധ പമഗരി സാ സാനിധ പമഗരി സാ സാരിഗമ പാധനി സാ സരിഗമ പദനി സാ സാനിധ പമഗരി സാ സാനിധ പമഗരി സാ സരിഗമ പദനി സാ 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 സരിഗമ പദനി സാ 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 സാനിധ പമഗരി സാ 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 സാനിധ പമഗരി സാ സാ. ടീച്ചർ, ഒരു മെമ്മോ ഉണ്ട്. ജോണേട്ടാ, ആ മരത്തിന്റെ മറവിൽ ഒരാളെ കണ്ടോ? നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ ഫാദറാ. കുറച്ച് ദിവസമായി ഞാൻ എവിടെ പോയാലും അയാൾ എൻ്റെ പുറകെയാ. ഞാൻ എന്താ ചെയ്യാ? അതാ ഷാജിയല്ലേ മോളെ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വയം തീർപ്പ് കൽപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു ബുദ്ധി. മോള് ധൈര്യമായിട്ട് സംസാരിക്കുക, ഞാൻ അപ്പുറത്തുണ്ട്. മക്കളെ, നിങ്ങളെല്ലാവരും ക്ലാസ്സിലേക്ക് പോയിക്കോ. എക്സ്ക്യൂസ് മീ. അതെ, നിങ്ങൾ തന്നെ 8th ബിയിലെ ബിനുവിന്റെ പപ്പയല്ലേ? അതെ. എന്താ ചേട്ടന്റെ പ്രശ്നം? ഞാൻ ചുമ്മാ മോനെ കൊണ്ടുവിടാൻ വന്നപ്പോ വെറുതെ നിന്നതാ. അതല്ലല്ലോ ചേട്ടാ, കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. ചേട്ടൻ എന്നോട് എന്തോ പറയാനുണ്ട്. എടോ ഷാജി, തിരുസഭയുടെ നിയമപ്രകാരം ദൈവസന്നിധിയിൽ വെച്ച് താലിയിട്ടൊരു പെണ്ണുണ്ട് നിന്റെ വീട്ടിൽ. അവരോട് എന്ത് വിശ്വസ്തതയാണോ തനിക്കുള്ളത്? അത് ഞാന് ചെല്ലേ. മോളെ, ഞാൻ ഈ സ്കൂളിൽ പ്യൂണായിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയിൽ ഒരുപാട് കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ കണ്ട വർക്കിയുടെ കുടുംബവും ഈ പോയ ഷാജിയുടെ കുടുംബവും അതിൽ ചിലതാണ്. ദാമ്പത്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച് വിശ്വസ്തയോടെ ജീവിച്ചാൽ മാത്രമേ
നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും സന്തോഷമാണ്. ഒരുപക്ഷെ ഇന്ന് മറ്റെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത്, കുറഞ്ഞു പോകുന്നത് ഈ സന്തോഷമാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക്, നവദമ്പതികൾക്ക് ഈ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതം ചുരുങ്ങിയതാണ്. ആ ചുരുങ്ങിയ ജീവിതകാലത്ത് സന്തോഷിക്കാൻ പറ്റണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ലക്ഷ്യം സന്തോഷമല്ല, സഹനമാണ്, ദുഃഖമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ സന്തോഷം ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളവരെ പഠിപ്പിക്കാൻ വിടുമ്പോൾ, ജോലിക്ക് വിടുമ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്? അവരുടെ സന്തോഷം. അതും പോട്ടെ, അവരെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? അവരുടെ സന്തോഷമല്ലേ? മകനെ മകളെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ അവർ കുരിശേ കയറണം, സഹിക്കണം, അപകടത്തിൽപ്പെടണം എന്നാഗ്രഹിച്ച് വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സന്തോഷമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം എത്ര കണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊന്ന് ചിന്തിച്ചേ. ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ഓരോ മനുഷ്യനെയും ദൈവം ഓരോരോ ദൗത്യങ്ങളിലേക്ക് നയിക്കുമ്പോൾ ആ ദൈവം ആഗ്രഹിക്കുന്നത് അവരുടെ സന്തോഷമാണ്. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, അച്ഛനെ പൗരോഹിത്യത്തിലേക്ക് ദൈവം നയിച്ചത് എന്തിനാ? പലരും പല രീതിയിൽ ഉത്തരം പറയും. ബലിയർപ്പിക്കാനാണ്, സഹനങ്ങൾ ഏറ്റുവാങ്ങാനാണ്, വേദനകൾ സഹിക്കാനാണ്. ഞാൻ പറയും, എന്നെയും ദൈവം പുരോഹിതനാക്കിയത് സന്തോഷിക്കാനാ. ദൈവം അറിഞ്ഞു ഞാൻ പുരോഹിതനായാലേ എനിക്ക് സന്തോഷം ഉണ്ടാവൂ, അതുകൊണ്ട് ദൈവം എന്നെ പുരോഹിതനാക്കി. അങ്ങനെയെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന, അതിലേക്ക് നയിക്കപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ദൈവം അങ്ങോട്ട് നയിച്ചത്. അതുകൊണ്ട് കാഴ്ചപ്പാട് മാറിപ്പോകരുത്. ചില വൈദികരൊക്കെ ഉപദേശം കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ അവസരത്തിൽ ഉപദേശം കൊടുക്കുമ്പോൾ, ഈ നവദമ്പതികളെ പേടിപ്പിക്കാറുണ്ട്, ഭയപ്പെടുത്താറുണ്ട്. ഇത്രയും നാളുണ്ടായിരുന്ന സന്തോഷമൊക്കെ തീർന്നു, ഇനിയിപ്പോൾ കുരിശേ കയറാൻ പോവാണ്, ബലിയർപ്പിക്കാൻ പോവുകയാണ്, സഹനം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ആ ശൈലി മാറണം. അവർക്ക് പ്രതീക്ഷ കൊടുക്കണം. ദൈവം ആഗ്രഹിക്കുന്ന അവരുടെ സന്തോഷമാണ്. പക്ഷേ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന നിയമങ്ങളും കൂടെ പാലിക്കേണ്ടതുണ്ട്. ദൈവം, സഭ ദമ്പതികൾക്ക് നൽകുന്ന നിയമങ്ങൾ പാലിക്കണം. ഞാനിതിനോട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറയാം. ഒരു മകന് ബൈക്ക് കിട്ടണം എന്ന് ആഗ്രഹം. പപ്പായെ നിർബന്ധിക്കുമ്പോൾ മമ്മി ഇവന് വേണ്ടിയിട്ട് ഒത്താശ പറയുമ്പോൾ തീർച്ചയായും പപ്പ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഇവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ പപ്പ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തത്. പക്ഷേ വഴിയിലേക്ക് ഈ വണ്ടി എടുത്ത് പോകുന്ന ഈ ചെറുക്കൻ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വന്നാലോ? വേണ്ടാത്ത സ്പീഡ് കൂട്ടിയാലോ? വണ്ടി പഠിക്കാതെ വാഹനം ഓടിച്ചു തുടങ്ങിയാലോ? അപകടപ്പെടുകയല്ലേ? അപ്പം നോക്കിക്കേ, സന്തോഷത്തിന് ചെയ്തത് ദുഃഖത്തിന് കാരണമാകുകയല്ലേ? ഇതുപോലെ തന്നെയാണ് വിവാഹ ജീവിതത്തിലേക്ക് ദൈവം ദമ്പതികളെ നയിക്കുമ്പോൾ
ആഗ്രഹിക്കുന്നത് സന്തോഷം തന്നെയാണ്. ഈ മക്കൾക്ക് സന്തോഷം ഉണ്ടാകണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ നിയമങ്ങൾ പാലിക്കണം, ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നയാള്, അത് 2 വീലർ ആയാലും 4 വീലർ ആയാലും ഹെവി വാഹനങ്ങളായാലും ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ, ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം ദുഃഖമായിട്ട് മാറും. ഇത് പറയുമ്പോൾ പണ്ട് ഞാനൊരു അപകടത്തിൽപ്പെട്ടത് ഓർക്കുക. അന്ന് ഞാൻ കുട്ടനാട്ടിലുള്ള ഒരു പള്ളിയിലാണ് സേവനം ചെയ്യുന്നത്. ആ പള്ളിയിൽ നിന്ന് മറ്റൊരു സേവന രംഗത്തേക്ക് പോയിട്ട് തിരിച്ചു പോവുകയാണ്. ചെറിയ സ്കൂട്ടറിലാണ് യാത്ര. ഏതാണ്ട് 17 കിലോമീറ്ററോളം എനിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വണ്ടി ഓടിക്കാനുണ്ട്. ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മങ്കമ്പം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ എത്തിയപ്പോൾ ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ഒരു ഗട്ടറിൽ വാഹനം വീണു, ഞാനും വീണു. അതിനടുത്തൊന്നും അന്ന് വർക്ക്ഷോപ്പില്ല. ഞാൻ പതുക്കെ ഈ സ്കൂട്ടർ തള്ളി മുമ്പോട്ട് നീക്കി. അപ്പോൾ എന്നെ പരിചയമുള്ള ഒരാൾ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, വർക്ക്ഷോപ്പുണ്ടോ? വണ്ടി നന്നാക്കാനാണ്, കേടായി. എന്നോട് പറഞ്ഞു വെച്ചാൽ ഇവിടെ 2 വീലർ വർക്ക്ഷോപ്പൊന്നുമില്ല, പക്ഷേ ഒരു സൈക്കിള് കടയുണ്ട്, അവിടെ നന്നാക്കും, അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. ഞാനതെല്ലാം അവിടെ എത്തി. അന്ന് അവിടെയുള്ളതൊരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എനിക്ക് വലിയ പണിയൊന്നും അറിയത്തില്ല, എന്നാലും നോക്കാം. അത്യാവശ്യം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടൂൾസൊക്കെ കൊണ്ട് പണി ചെയ്തു. സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു, സ്റ്റാർട്ടാക്കി, വണ്ടി നീങ്ങി. പക്ഷേ അന്ന് അദ്ദേഹം എനിക്കൊരു ഉപദേശം തന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്നോട് പറഞ്ഞു വെച്ചാൽ വണ്ടി ശരിയായി, പക്ഷെ വഴി ശരിയല്ല. അച്ഛൻ ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പം കണ്ടതിനേക്കാൾ വലിയ ഗട്ടറുകൾ, ഗർത്തങ്ങൾ കാണും. സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ പിന്നെയും പ്രശ്നമാകും, മുമ്പിൽ വർക്ക്ഷോപ്പില്ല. ഇതുതന്നെയാണ് എനിക്ക് ദമ്പതികളായിട്ടുള്ള വിവാഹ ജീവിതം നയിക്കുന്ന ആളുകളോടും പറയാനുള്ളത്. ദൈവം നിങ്ങളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ സന്തോഷം നിങ്ങളിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ മതിയാവൂ, ജാഗ്രത പാലിച്ചേ മതിയാവൂ. വചനത്തിൽ ഈശോ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അന്ത്യവിധിയെക്കുറിച്ചാണ് ഈശോ പറയുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈ വിധി നടക്കാം, നമ്മൾ അപകടപ്പെടാം. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക, ജാഗരൂകത പാലിക്കുക. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ദമ്പതികൾക്ക് സന്തോഷം ഉണ്ടാകാൻ ഇതിനോട് ബന്ധപ്പെടുത്തി ഞാൻ പറയുന്നൊരു കാര്യം, അവർക്ക് അധ്വാനിക്കാൻ കഴിയണമെന്നുള്ളത്. അധ്വാനമില്ലാത്ത ജീവിതം, അതുപോലെ വിശ്രമമില്ലാത്ത ജീവിതം, ഇത് രണ്ടും സന്തോഷത്തിന് കാരണമാകില്ല. ഭാര്യ ഒറ്റയ്ക്കോ ഭർത്താവ് ഒറ്റയ്ക്കോ അല്ല അധ്വാനിക്കേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേ മനസ്സോടെ തോളോട് തോൾ ചേർന്ന് നിന്ന് അധ്വാനിക്കാൻ പറ്റണം. ഈ അധ്വാനത്തിൻ്റെ പാഠം ഇവരെ കണ്ടുപഠിക്കുന്ന മക്കൾക്ക് ലഭിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. അധ്വാനം ഇല്ലാത്ത ജീവിതം, വിശ്രമമില്ലാത്ത ജീവിതം, രണ്ടും പാടില്ല. നിങ്ങളുടെ ആരോഗ്യം പരിപാലിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ഈ ആരോഗ്യം പരിപാലിക്കാൻ പ്രധാനപ്പെട്ട കാര്യവുമാണ് ദമ്പതികളുടെ അധ്വാന ശീലമെന്ന് പറയുന്നത്. സന്തോഷത്തോടെ ഇരിക്കാൻ പ്രധാനപ്പെട്ടതാണ് അധ്വാനിക്കുക എന്നുള്ളത്. പണ്ടൊക്കെ പഴമക്കാർ പറയും, രുചിയോടെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കണം. ഇന്നും അത് ശരിയല്ലേ? നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് രുചിയുണ്ട്, ആസ്വാദ്യതയുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല. അവർ കഴിക്കുന്നതിന് രുചിയില്ല. എല്ലാവർക്കും വേണ്ടത് എന്താണ്? ബേക്കറി ഭക്ഷണങ്ങളാണ്. എല്ലാവർക്കും വേണ്ടത് പെട്ടെന്നുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്, ഈ രുചി തോന്നുന്ന ഭക്ഷണങ്ങളാണ്. ഒരാൾക്ക് രുചി തോന്നി ഭക്ഷണം കഴിക്കുക എന്നതിനപ്പുറത്ത് രുചി അനുഭവപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണം. അതിന് പറ്റണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കാൻ പറ്റണം. ഇന്ന് പലർക്കും രുചികരമായി ഭക്ഷണം ആസ്വദിക്കാൻ സാധിക്കാത്തതിന് കാരണം അധ്വാനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കുടുംബത്തിന് സന്തോഷം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു കാര്യമാണ്
ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടെ അധ്വാനിക്കുക എന്നുള്ളത്, ഒരേ മനസ്സോടുകൂടെ അധ്വാനിക്കാനായിട്ട് സാധിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം ഈ അധ്വാനത്തിൻ്റെ പാഠം നമുക്ക് തരുന്നു. അവിടുന്ന് അധ്വാനത്തോടുകൂടെ അധ്വാനിച്ചാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അവന് എന്താണ് ചെയ്യുന്നത്? അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം വിശ്രമിക്കുന്നു. നമുക്കറിയാം, അധ്വാനത്തിന് ശേഷം വരുന്നതാണ് വിശ്രമം. ദൈവം തന്നെ മനുഷ്യർക്ക് സന്തോഷിക്കാൻ വേണ്ടി ഈ അധ്വാനത്തിൻ്റെ പാഠം കൊടുക്കുകയാണ്. ഈ 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം വിശ്രമിക്കുന്ന ദൈവത്തിന് വിശ്രമിക്കേണ്ടിയിട്ട് അല്ല, പിന്നെയോ മനുഷ്യന് ഈ അധ്വാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും പാഠം കൊടുക്കാൻ. എന്നിട്ട് ദൈവം പറയുക, എന്താ, എല്ലാം നന്നായിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ മനോഭാവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ അധ്വാനവും വിശ്രമവും ഒന്നിച്ചു പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് അധ്വാനിക്കാത്തവരായി പോകുന്നുണ്ട്. അവർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, ആസ്വദിച്ച് ഭക്ഷിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അധ്വാനത്തിൻ്റെ പാഠം അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഓർക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ സന്തോഷമാണ്. നാം ദുഃഖിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും അത് പൂർണ്ണമായി ഉണ്ടാകാനും വേണ്ടിയാണ് ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തിലായിരിക്കണം, ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം വിവാഹത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് ദുഃഖിക്കാനല്ല, വിഷമിക്കാനല്ല, സന്തോഷിക്കാൻ. പക്ഷേ ശ്രദ്ധിക്കണം, ദൈവം നൽകിയ ഈ നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കണം എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ ദൈവം വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചത് എന്നും സന്തോഷിക്കാനാണ്, എപ്പോഴും സന്തോഷിക്കാനാണ്, സദാ സന്തോഷിക്കാനാണ് എന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം അവർക്ക് സന്തോഷത്തിന് കാരണമായി തീരുന്നു. മക്കളുമായിട്ടുള്ള ജീവിതം അവർക്ക് സന്തോഷത്തിന് കാരണമായി തീരുന്നു. ജീവിതം ആസ്വദിക്കുന്നതിനും അനുഭവിക്കുന്നതിനും വേണ്ടി അവർ നന്നായി അധ്വാനിക്കുന്നു. ദൈവം നൽകിയ അധ്വാനത്തിൻ്റെ പാഠം ഉൾക്കൊള്ളുന്നു. എപ്പോഴും അധ്വാനം എന്ന് ചിന്തിച്ചു പോകാതെ അവർ വിശ്രമിക്കുന്നു. വിശ്രമം വീണ്ടും അധ്വാനത്തിലേക്ക് നയിക്കുന്നു. ഈ അധ്വാനം ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കും ആസ്വാദ്യതയിലേക്കും നയിക്കുന്നു. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. കാരണം ഇതിന് നമുക്ക് മാതൃക തരുന്നത് ദൈവം തന്നെയാണ്. അവിടുന്ന് അധ്വാനിച്ചു, 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കുന്നു, 7-ാം ദിവസം അവിടുന്ന് വിശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ വഴിയെ നമുക്കും പോകാം, നമ്മുടെ കുടുംബത്തെ നയിക്കുന്നതിന് ശ്രദ്ധിക്കാം. ഈ അധ്വാനത്തിൻ്റെ വഴിയെ, ഈ സന്തോഷത്തിൻ്റെ വഴിയെ നീങ്ങുന്ന ഒട്ടേറെ കുടുംബങ്ങൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെയാണ് നാം ഇപ്പോൾ പരിചയപ്പെടുന്നത്. നമുക്കവരെ ശ്രദ്ധിക്കാം, അവരുടെ വാക്കുകളെ ശ്രവിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിബി മാത്യു. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു. എൻ്റെ വൈഫ് ഗ്രീൻ ലിനറ്റ്. ഞങ്ങൾക്ക് 8 കുട്ടികൾ. കഴിഞ്ഞ 15-16 വർഷമായി ദൈവത്തിൻ്റെ കൃപയാൽ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സുന്ദര പദ്ധതി, അവനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ പദ്ധതിയാണ് ഒരു കുടുംബജീവിതം എന്ന തിരിച്ചറിവിൽ സന്തോഷത്തോടെ ഞങ്ങളും ഞങ്ങളുടെ 8 മക്കളുമുള്ള കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നു. 2 കുട്ടികൾ സ്വർഗത്തിലും 6 മക്കൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുമുള്ള ഒരു ജീവിതമാണ് ഇന്ന് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ആദത്തെയും ഹവ്വയെയും ദൈവം ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഈ ലോക ജീവിതത്തിൽ നാം ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന അനവധിയായ, ഇന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത അനേകം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 28-ാമത്തെ വചനത്തിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ ദൈവം ദമ്പതികൾക്ക് നൽകുന്ന 1-ാമത്തെയും അതിപ്രധാനവുമായ കൽപ്പന ഇതാണ്: നിങ്ങൾ പെറ്റുപെരുകി
നിങ്ങൾ ഈ ഭൂമിയെ കീഴടക്കണം. അങ്ങനെ ഭൂമിയുടെ തകർച്ചയെ കീഴടക്കണം. ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ടും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കാര്യത്തിൽ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് ഇന്ന് 8 മക്കളെയുമായി ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുവദിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഈ 8 മക്കൾ വന്നതുകൊണ്ട് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിരവധിയാണ്. സാമ്പത്തികമായി ഒന്നുമില്ലാതിരിക്കെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്കാവശ്യമായ സമ്പത്ത്, ഞങ്ങൾക്കാവശ്യമായ സൗകര്യങ്ങൾ എല്ലാം ദൈവം ചെയ്തു തന്നു. കഴിഞ്ഞ 11 വർഷമായി പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ്ലൈഫ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ സീനിയർ മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം ദൈവത്തിൻ്റെ പദ്ധതി അതിലും മനോഹരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ വിളി മനസ്സിലാക്കി ഞാൻ ജോലി ഉപേക്ഷിച്ച് ഞങ്ങളും കുടുംബവും ഇന്ന് ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങളുടെ തമ്മിലുള്ള ഐക്യവും. സ്ത്രീയും പുരുഷനും ശരീരത്തിലും ചിന്തയിലും ആത്മാവിലും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവഹിതം നിറവേറ്റപ്പെടുക എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാ കാര്യത്തിലും, മക്കളുടെ കാര്യത്തിലും പഠന കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും ഒരുമിച്ച് ഒരേ മനസ്സോടെ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങൾക്ക് കരഗതമായത് അങ്ങനെയാണ്. അതോടൊപ്പം പ്രാർത്ഥനയും വിശുദ്ധിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. വീട്ടിലെ ഏത് പ്രതിസന്ധിയുടെ സമയത്തും ഏത് പ്രശ്നങ്ങളുടെ സമയത്തും ഞങ്ങൾ അവലംബിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും. ഏത് അസ്വസ്ഥതകളും ഏത് വേദനകളുടെ സമയത്തും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും വിശുദ്ധ കുമ്പസാരത്തിൽ അണഞ്ഞ് ഞങ്ങളുടെ പാപങ്ങൾ ഒരുമിച്ച് കഴുകിക്കളഞ്ഞ് ദൈവഹിതത്തോട് ചേർന്നിരിക്കാനും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അനുദിന ദിവ്യബലിയിൽ ഞങ്ങൾ കുടുംബമായി എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ അണഞ്ഞ് ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കാൻ ഞങ്ങൾ എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം മക്കൾ ദൈവത്തിൻ്റേതാണെന്നും ദൈവത്തിലേക്കാണ് മക്കളെ വളർത്തേണ്ടതും എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തിരിച്ചറിവായിരുന്നു. അതുകൊണ്ട് മക്കളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, മക്കൾ ജനിച്ചു വളരുന്ന സമയം മുതൽ അവരെ ദൈവത്തിങ്കിലേക്ക് വളർത്താനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ജീവിതത്തിൽ അതിപ്രധാനമെന്ന് മനസ്സിലാക്കി അവരുടെ പഠനങ്ങളും അവരുടെ ജീവിതങ്ങളും അവരായിരിക്കുന്ന എല്ലാ മേഖലകളിലും ഇതിന് ഞങ്ങൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായ മേഖലയിൽ നോക്കുകയാണെങ്കിൽ കുടുംബത്തിന് ആവശ്യമുള്ള സമ്പത്തെല്ലാം ദൈവം തരും എന്ന തിരിച്ചറിവ് ഇന്ന് പല കുടുംബങ്ങൾക്കും മക്കളെ സ്വീകരിക്കാൻ സാധിക്കാത്തത് സാമ്പത്തികമായ പരാധീനതയാണ്. ഇല്ലെങ്കിൽ സമ്പത്തിനെ അവർ ഭയപ്പെടുന്നു. എന്നാൽ ഒന്നുമില്ലാതിരിക്കെ വലിയ കടബാധ്യതയിലായിരിക്കെ മക്കളെ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ സാമ്പത്തികമായി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ദൈവത്തിന് ദശാംശങ്ങളും കാഴ്ചകളും സമർപ്പിക്കണം. ഞങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ദശാംശം ദൈവത്തിൽ കൊടുക്കാൻ തീരുമാനിച്ച അന്നു മുതൽ വലിയ മാറ്റങ്ങൾ സാമ്പത്തിക മേഖലയിലുണ്ടായി. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ 9 ലക്ഷം രൂപയിലധികം വരുന്ന കടബാധ്യത ദൈവം മാറ്റുകയും ഞങ്ങൾക്ക് ഓരോ കുഞ്ഞു വരുമ്പോഴും ദൈവം സാമ്പത്തികമായി ഞങ്ങളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉയർത്തുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമ്പത്തിനെ സംബന്ധിച്ച് ഞങ്ങളെടുത്ത തീരുമാനമാണ് സമ്പത്ത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും മക്കളുടെ കാര്യത്തിലും രോഗങ്ങളുടെ കാര്യത്തിലും ഏതവസ്ഥയിലും സാമ്പത്തികമായി ദൈവം ഞങ്ങളെ വളരെയേറെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് ഗ്രീൻ ലിനറ്റ്. ഞങ്ങൾക്ക് 8 മക്കളാണുള്ളത്. മൂത്ത ആൾ ക്രിസ്റ്റീന മരിയ, രണ്ടാമത്തെ ആൾ ഇമ്മാനുവൽ മാത്യു, മൂന്നാമത്തെ ആൾ എറിക് പോൾ, നാലാമത്തത് അന്ന എലിസബത്ത്, അഞ്ചാമത്തെ ജോൺ എഡ്വിൻ, ആറാമത്തെ ആൾ തെരേസ് ആഗ്നസ്. അവളെ ഒരു 20 ദിവസം മുമ്പ് മരിച്ചുപോയി. ഏഴാമത്തെ ആൾ ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു, ഇപ്പോൾ അബോർഷനായിപ്പോയി. ഇപ്പം ഞാൻ 8ാമത് ക്യാരിങ് ആണ്. കുഞ്ഞിന് 6 മാസമായി. ഞാൻ ബേസിക്കലി ലോ ഗ്രാജുവേറ്റും അതുപോലെ തന്നെ CA ഇൻ്റർമീഡിയറ്റും കഴിഞ്ഞ ആളാണ്. അപ്പോൾ 2 മക്കളായ ശേഷം എൻ്റെ കരിയറിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായത്, എൻ്റെ കോൾ എനിക്ക് മനസ്സിലായത് ഒരു അമ്മയാവുക എന്നുള്ളതാണ് എൻ്റെ വിളിയെന്ന് മനസ്സിലായി. കാരണം ഒരു അമ്മയാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ റോള് വഹിക്കുന്നത്. കാരണം അമ്മ ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുന്നു,
ഒരു തലമുറയെ സൃഷ്ടിക്കുന്നു. ഞാനൊരു തലമുറയായതുപോലെ എൻ്റെ 8 മക്കളും ഒരു 8 തലമുറകളാണ്. അപ്പോൾ ലോകത്തിന് എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഓരോ കുഞ്ഞും വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളർന്ന 8 തലമുറകളെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഞാനൊരു പ്രധാന റോള് വഹിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ കരിയർ ഉപേക്ഷിച്ചു. ഇന്ന് മുഴുവൻ സമയം ഞാൻ കുടുംബത്തോടു കൂടിയായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് ഒരു സ്ത്രീയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മാതൃത്വമാണ്. സ്ത്രീ രക്ഷ പ്രാപിക്കുന്നത് മാതൃത്വത്തിലൂടെയാണ്. 1 തിമോത്തിയോസ് 2:15 പറയുന്നു, സ്ത്രീ വിനയത്തോടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും നിലനിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ രക്ഷ പ്രാപിക്കും. കാരണം അവൾ ഓരോ പ്രാവശ്യം അമ്മയാവുമ്പോഴും ആ ഒരു സ്ത്രീ കൊടുക്കേണ്ട കുറേ പെയിൻസ് ഉണ്ട്, സഹനങ്ങളുണ്ട്, ത്യാഗങ്ങൾ. ഓരോ മക്കളെ വളർത്തുമ്പോഴും ഓരോ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നത് മുതൽ അവൾ എടുക്കേണ്ട ഒത്തിരിയേറെ ത്യാഗങ്ങളും സഹനങ്ങളും ഉണ്ട്. അപ്പോൾ അതിലൂടെ അവൾ വിശ്വാസവും വിശുദ്ധിയും സ്നേഹവും ഒക്കെ ആർജിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ എന്നും ഒരുമിച്ചായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ മക്കൾക്കെല്ലാം വിശുദ്ധരുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്നും വിശുദ്ധരോട് പ്രാർത്ഥിക്കുക, കാവൽ മാലാഖമാരുടെ സംരക്ഷണം നേടുക ഒക്കെ ഞങ്ങൾക്ക്. അതുകൊണ്ട് ആ ഓരോ വിശുദ്ധരുടെ ജീവിതം പറഞ്ഞു കൊടുക്കാനും അതുപോലെ അവരെ ആ വിശുദ്ധിയിലേക്ക് വളർത്താനും അമ്മയ്ക്ക് സാധിക്കും.